കുമളിയിൽ പെയ്ത കനത്ത മഴയിൽ കുമളി പത്തുമുറി കട്ടപ്പന റോഡിൽ പൂർണ്ണമായി പല സ്ഥലങ്ങളിലും മണ്ണിടിഞ്ഞു. ആശങ്കയിലാണ് അട്ടപ്പള്ളം നിവാസികൾ. ഗതാഗതം രാവിലെ മുതൽ ഉച്ചവരെ തടസ്സപ്പെട്ടു. അല്പസമയത്തിനകം ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് നാട്ടുകാരും പൊതുപ്രവർത്തകരുമടക്കം പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി കുമളിയിൽ അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. ഇപ്പോൾ ഇതുപോലെ ചൂടുള്ള കാലാവസ്ഥയായിരുന്നു. ഇന്നലെ ഏതാണ്ട് 7 മണിയോടുകൂടി ചെറിയ തോതിൽ മഴ പെയ്യാൻ തുടങ്ങി. 8:30യോടുകൂടി ശക്തമായ മഴ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ മഴ പെയ്യുകയും തുടർന്ന് മണ്ണിടിഞ്ഞ് ഈ റോഡടക്കം തടസ്സപ്പെടുകയും അട്ടപ്പള്ളം ലക്ഷംവീട് കുമളി പ്രദേശത്തെ 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറി ആളുകൾക്ക് താമസിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. രാത്രിയിൽ തന്നെ CPM-ൻ്റെയും DYFIയുടെയും നേതൃത്വത്തിൽ വലിയ തോതിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം ശിക്ഷകസനിൽ കുറേയേറെ കുടുംബങ്ങളെ കൊണ്ട് പറപ്പിച്ചു. ഇന്നലെ രാത്രി ഏതാണ്ട് 3:30-4 മണിയോടുകൂടിയാണ് ഈ റോഡിൻ്റെ പകുതി തടസ്സം മാറ്റാൻ പറ്റിയത്. ഇപ്പോൾ 4 മണിക്കൂറുകൾക്കകം ഇവിടെ തടസ്സം മാറ്റി. രാവിലെ തന്നെ DYFIയുടെയും CPM-ൻ്റെയും പ്രവർത്തകരും പൊതുജനങ്ങളും ഈ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഇന്നലത്തെ കാലാവസ്ഥ തന്നെയാണ് ഇന്നും ഒരാശങ്കയുണ്ട്. കാരണം മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ ഈ പത്തുമുറി ആനവിലാസം വഴിയുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കി തീർക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമത്തിലാണ് ഞങ്ങളിപ്പോൾ. JCB ഉപയോഗിച്ചും ആളുകൾ ഈ പ്രവൃത്തിയിൽ പങ്കെടുക്കുന്നു. ഇന്നലെ രാത്രിയിൽ നേരം വെളുക്കുമ്പോൾ ഞങ്ങളോടൊപ്പം ഈ നാട്ടിലെ നിരവധിയായ ആളുകൾ പങ്കെടുത്തു. പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ, CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ. ഇപ്പോൾ ഇവിടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് ഇന്നലെ രാത്രി മുതൽ ബിനു, സവാനീഷ് അടക്കം JCB കൊണ്ട് വന്നിട്ടുള്ള നമ്മുടെ DYFI അടക്കമുള്ള ആളുകളുടെ വലിയ സഹായമുണ്ട്. പക്ഷേ ഇത് ഇനിയും മഴ പെയ്യാനുള്ള സാധ്യത ഒരു മുൻകരുതൽ നമ്മുടെ ആളുകൾ കരുതണം എന്ന് കൂടി ഓർമ്മ.